അപ്പോഴിന്ന് നമ്മളുടെ വയൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. കൃഷിസ്ഥലം എങ്ങനെ ഉണ്ടെന്ന് നോക്കാനും നിരീക്ഷിക്കാനും വേണ്ടിയാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഞങ്ങളുടെ സ്ഥലവും വയലും കൃഷിസ്ഥലമൊക്കെ ആണെന്ന്. അല്ല, അത് മറ്റുള്ളവരുടെയാണ്. അങ്ങനെ നിരീക്ഷണത്തിന് പോകുന്ന വഴിക്ക് കണ്ട ഒരു കൊച്ചു കിണറാണ് കേട്ടോ. ആ കിണറ്റിനകത്ത് കണ്ടല്ലേ, സൂം ചെയ്ത് നോക്കുകയാണ് കുഞ്ഞരാമയുണ്ടായിരുന്നു. എൻ്റെ കൂടെ നടന്ന കുട്ടിപ്പട്ടാളങ്ങളുടെ കണ്ണുകളെ അങ്ങോട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കേ പോവുള്ളൂ. അങ്ങനെ നോക്കി കണ്ടപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ അതിലൊരു കുട്ടിപ്പട്ടാളം എത്തി നോക്കിയപ്പോഴത്തേക്കും അത് അങ്ങ് പേടിച്ചങ്ങ് പോയി. അങ്ങനെ ഞങ്ങളുടെ കൃഷിസ്ഥലത്തേക്കും നിരീക്ഷണത്തിനുമായി നടന്നു പോവാം. ഈ തറയിൽ നോക്കി നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, പാമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പേടിച്ച് നോക്കിയതാണ്. അങ്ങനെ ഞങ്ങളുടെ ചീര കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഞങ്ങളുടെ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരുടെ വസ്തുക്കളെ നമ്മൾ സ്നേഹിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് വലിയ അഹംഭാവവും അങ്ങനെ വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളും ഞങ്ങളുടെ സ്വന്തം വസ്തുവിനെ പോലെ ഞങ്ങൾ കാണുന്നത്. അയൽക്കാരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരുടെ വസ്തുക്കളെയും ഞങ്ങൾ സ്നേഹിക്കും. അതുകൊണ്ട് തന്നെ അവരിനകത്ത് വീഴുന്ന കുറച്ച് തേങ്ങയായിരുന്നാലും കുറച്ച് മടലോ കൊതുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കാനൊന്നും നിൽക്കത്തില്ല, നമ്മളെടുക്കും. ആ ഒരു പാകത്തിൻ്റെ ഒരു ഇതാണ് ഈ ഫ്രണ്ടിൽ പോകുന്നത്. എന്നുവെച്ച് കണ്ടില്ലേ, ചേച്ചിയുടെ കഷത്ത് ഒരു തേങ്ങ ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് അത് ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. അപ്പം ചേച്ചി തറയിൽ കിടന്ന് തേങ്ങയാണെന്ന് പറഞ്ഞ് എടുത്തത് വേറെ ഒന്നും അല്ലായിരുന്നു, കരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചാടിക്കടന്ന് ഓരോ കടമ്പുകളും കടന്നതാണ്. ഇവിടെയൊക്കെ നേരത്തെ നല്ല കൃഷിയായിരുന്നു. അവരിപ്പോൾ ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കിയിട്ട് അടുത്ത് നടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചാടിക്കടന്നു. എൻ്റെ ഫ്രണ്ടിൽ ഒരു കുട്ടി കുറുമ്പനാണ് പോകുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെന്നറിയാമോ, ഇവിടെ എല്ലാം വെള്ളമാണ്, ഇത് ചാടിക്കടന്ന് വേണം വരാൻ, വീഴയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശം തന്നുകൊണ്ടാണ് പോയി. പിന്നെ ഞാൻ സൂപ്പർമാൻ ആയതുകൊണ്ട് അങ്ങ് പോകും എന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ്റെ ഈ പോക്കും പാവവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഈ വസ്തുവിൻ്റെ എല്ലാ ഉടമസ്ഥ അവനാണെന്ന്. അപ്പം വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.